യേശു മഹേശനെ ഞാൻ ചിന്തിപ്പതൻ ഉള്ളത്തിനാനന്ദമേ, ചിന്തിപ്പതൻ ഉള്ളത്തിനാനന്ദമേ. ഉള്ളം നുറുങ്ങിയോർക്കുള്ള പ്രത്യാശയും നല്ല പ്രസാദവും നീ സർവേശ്വര, സൗമ്യതയുള്ളവർക്കേ, സർവേശ്വര സൗമ്യത ഉള്ളവർക്കേ. യേശു മഹേശ്വരനെ ഞാൻ ചിന്തിപ്പതൻ ഉള്ളത്തിനാനന്ദമേ, ചിന്തിപ്പതൻ ഉള്ളത്തിനാനന്ദമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരുണയുള്ള നാഥാ, സ്വർഗ്ഗപിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണർന്ന് എൻ്റെ കർത്താവിൻ്റെ പാദപിടെ കടന്നു വരുവാൻ സഹായിച്ചല്ലോ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പോക്കിലും വരവിലും വാഹനത്തിലും വഴിയിലും കൂടിയിരിക്കണം. ആപത്തനത്തിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിക്കുമാറാകണം. എല്ലാ രോഗദുഃഖാദികളിൽ നിന്നും പകർച്ചബാധകളിൽ ഞങ്ങളെ വിടുവിക്കുമാറാകണം. ദുഷ്ടപിശാച് കാണാതെ കൊണ്ട് ഞങ്ങളെ മറയ്ക്കുമാറാകണം. ജീവനും ഭക്തിക്കും വേണ്ടുന്നത് തന്ന് ഞങ്ങളെ പോറ്റി പുലർത്തുമാറാകണം. ഞങ്ങളുടെ സകല പ്രാർത്ഥനയ്ക്കും മറുപടി അയക്കുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കുന്ന ഓരോ പ്രിയ മക്കളെയും ഏൽപ്പിക്കട്ടെ കർത്താവേ. അടിയൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയ മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. എൻ്റെ കുടുംബങ്ങളിൽ കർത്താവ് ഓരോ കുടുംബത്തെയും തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥാ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. അവരുടെ പരീക്ഷാ കാലഘട്ടമാണ് കൂടെ നിന്നുവരെ സഹായിച്ചു ദൈവം. തുടർന്നുള്ള വിഷയത്തിന്മേലും കൂടെ ഇരുന്ന് സഹായിക്കണമേ. വലിയ മാർക്കോടെ പാസ്സാകുവാൻ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിച്ച് കാത്തുകൊള്ളുമാറാകണം. ശത്രു കാണരുതേ, ദുഷ്ടപിശാച് തുടരുതേ. പൊന്നുകരം ചാർത്ത് പിടിച്ചോണേ. അവിടുത്തെ ആലോചനയിലും വഴിയിലും നടത്തണമേ കർത്താവ്. അവരുടെ നല്ല ഭാവി കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണമേ കർത്താവ്. ഹല്ലേലൂയ കർത്താവ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവ്. ഞങ്ങളുടെ ഹല്ലേലൂയ കർത്താവേ, ആവശ്യങ്ങളും ഭാരങ്ങളും എല്ലാം തിരുമുൻപാകെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജോലിയില്ലാത്ത കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിജയമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുക്കണം. ഹാലിൽ ഞങ്ങളുടെ പഠിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. തമ്പുരാൻ അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിൽ തുറന്നു കൊടുക്കണം. ഭാരമറിഞ്ഞ്, ആവശ്യമറിഞ്ഞ്, ഭവനത്തെ അറിഞ്ഞ്, മാതാപിതാക്കളെ അറിഞ്ഞ് സ്വർഗം കരുതണമേ അപ്പാ. നീ കരുതണമേ നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ഓരോ പ്രിയ കർത്താവ് മക്കളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക. ഉള്ളതുപോലെ കാണുന്ന കർത്താവ് അവിടുന്ന് ആകിയാൽ സ്തോത്രം. അങ്ങ് നിശ്ചയമായും വഴി തുറക്കും, ഓരോരുത്തരെയും അനുഗ്രഹിക്കും. യഥാർത്ഥ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ജോലി ചെയ്യുന്ന മക്കളെയെല്ലാം ആരോഗ്യത്തിലും സമാധാനത്തിലും സൂക്ഷിച്ചു കൊള്ളുമാറാകണം. ഹല്ലേലൂയ. വിവാഹപ്രായമായ മക്കൾക്ക് തക്ക തുണി ഒരുക്കി അവരുടെ വിവാഹം നടക്കാൻ സഹായിക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന നിങ്ങളുടെ മക്കളെ കാത്തുകൊള്ളുമാറാകണം. ദൈവമായ കർത്താവ്, ഈ സമയം ഹാലിൽ നിന്ന് നീറുന്ന വേദനകളിൽ കൂടി കടന്നു പോകുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ കർത്താവ്. ഇവരെ ആശ്വസിപ്പിക്കണേ, അവരുടെ വിഷയം ഏറ്റെടുക്കണമേ, അവരുടെ മറുപടിയുമായി സ്വർഗം ഇറങ്ങണമേ. രോഗാവസ്ഥയിൽ കടന്നു പോകുന്നവരെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ദൈവമായ കർത്താവേ, രോഗികൾക്ക് വൈദ്യൻ നീ, രോഗം നീക്കുന്ന മരുന്ന് അങ്ങ്. ഗിലിയാദിലെ സുഗന്ധ കൊഴുമ്പുമായി കടന്നു വരണം കർത്താവേ. ഉച്ച മുതൽ പാദം വരെ തലോടണം. ഒരു തുള്ളി രക്തം കുത്തിവെക്കണം. നീ ആരുമില്ലാത്ത തൻ്റെ മക്കൾക്ക് സഹായകനാ, കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ്. തള്ളിക്കളയുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയില്ലെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ. തനിയെ രോഗാവസ്ഥയിലൊക്കെ ആയിരിക്കുന്ന ജീവിതങ്ങളുണ്ടപ്പാ. പ്രത്യേകിച്ചും എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ടപ്പാ. നീ ഉള്ളതുപോലെ കാണുന്നവനുള്ളതുപോലെ അറിയുന്നവനാ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, ഹല്ലേലൂയ. ഏതവസ്ഥയിലായിരുന്നാലും വിട്ടുപിടിക്കുന്നവൻ നീ മാത്രമാ. ആർക്കും ഒരു ഭാരമുണ്ടായിത്തീരുവാൻ അനുവദിക്കാതെ സ്വർഗത്തിലെ അപ്പൻ സ്വന്തം കാര്യം ചെയ്തിർപ്പാൻ ബലം കൊടുത്ത് നടത്തിയെങ്കിൽ സകല വേദനകളിൽ നിന്നും വിടുവിച്ചുകൊണ്ട് എൻ്റെ സ്വർഗത്തിലെ ദൈവം അത്ഭുത സൗഖ്യം നൽകണം. സഹായിപ്പാൻ കരങ്ങളെ ഒരുക്കുമാറാകണം. നിൻ്റെ ദൂതനെ തന്നെ മകൾക്ക് വേണ്ടി ഒരുക്കണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയവും എല്ലാഗ്രഹവും അറിയുന്ന കർത്താവ് അവിടുന്ന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവ്. കുടുംബത്തെ അങ്ങ് ഏൽപ്പിക്കുകയാണ് കർത്താവ്. കുഞ്ഞുങ്ങളെയൊക്കെ ഏൽപ്പിക്കുക കർത്താവ്. വിജയമാർഗം ആവശ്യമാപ്പാ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന വഴിവാതിൽ നീ തുറന്നു കൊടുക്കണമേപ്പാ. അത്ഭുതത്തിൻ്റെ വഴി തുറക്കണമേപ്പാ.
ശ്രേഷ്ഠമായ വിധത്തിൽ അവരെ നടത്തണമേ കർത്താവേ. അങ്ങല്ലാതെ ഞങ്ങളെ സഹായിപ്പാൻ മറ്റാരുമില്ല. അനുഗ്രഹിച്ചല്ലാതെ ഞങ്ങൾ നിന്നെ വിടുകയില്ല കർത്താവേ. സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ. അടിയൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കണമേ. ആവശ്യഭാരങ്ങളുടെ നടുവിലിരിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി സ്വർഗം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. പ്രത്യേകിച്ച് ശ്വാസതടസ്സത്താൽ ഭാരപ്പെടുന്ന മകനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൃത്രിമ ശ്വാസം ശ്വസിച്ചുകൊണ്ട് കിടക്കുകയാണ്. സ്വർഗമേ, എൻ്റെ അപ്പൻ്റെ മൂക്കിലെ ജീവശ്വാസമാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത് കർത്താവ്. എൻ്റെ അപ്പ വലയുവാൻ ഭാരപ്പെടുവാൻ കഷ്ടം അനുഭവിപ്പാൻ അനുവദിക്കാതെ എൻ്റെ അപ്പൻ്റെ സൗഖ്യം തൻ്റെ മക്കൾക്കൊക്കെ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വിവിധ രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവ്. ഉദരത്തിൽ മുഴയുള്ള ജീവിതമുണ്ട് കർത്താവ്. ഫിക്സ് വരുന്ന ജീവിതമുണ്ട് കർത്താവ്. അപ്പ കണ്ണിന് കാഴ്ചയില്ലാത്ത ജീവിതമുണ്ട് കർത്താവ്. മദ്യപാനിയായ ഭർത്താവിനെ ഓർത്ത് വ്യാകുലപ്പെടുന്ന ജീവിതമുണ്ട് കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഒരാൺപതിലുള്ളത് പഠിക്കുന്ന കർത്താവേ, ഒരു ജോലിക്കായിട്ട് കാത്തിരിക്കുന്നു. എൻ്റെ കർത്താവെ, വിദേശ രാജ്യത്ത് കടന്നുപോയി ഒരു ജോലി ലഭിക്കണം. ഭവനത്തിൻ്റെ സകല ബുദ്ധിമുട്ടും തീർക്കുവാൻ കാത്തിരിക്കുകയാണ് കർത്താവേ. കടഭാരങ്ങളുണ്ട് കർത്താവേ. ഹല്ലേലൂയ, നീ സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. എൻ്റെ അപ്പ, നീ വിളിച്ച് ഹല്ലേലൂയ വിശ്വാസത്തിൽ കൊണ്ടുവന്നുവെങ്കിൽ ആ വിശ്വാസം ഒരിക്കലും നഷ്ടമായിപ്പാൻ അനുവദിക്കാതെ അടിയനും ചാർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ആ വിശ്വാസം വർദ്ധിക്കട്ടെ. വലിയ സാക്ഷ്യമായി വരണം കർത്താവേ. അതിനായി ഒരുക്കണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പനുള്ളതുപോലെ കാണുന്ന കർത്താവ, അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, കൊച്ചിൻ എയർപോർട്ടിൽ ജോലി കിട്ടേണ്ട പൈതലുണ്ട്. എൻ്റെ അപ്പ, നീ നല്ലവനാ, വലിയവനാ, അത്ഭുതം ചെയ്യും, മാനിക്കും. ഹല്ലേലൂയ, നിശ്ചയമായും മാനിക്കും. സ്വർഗം അത്ഭുതം ചെയ്യും. കൂട്ടുകാരിൽ പരമായി നീ ആനന്ദദാനം കൊണ്ട് അഭിഷേകം ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, കൂട്ടുകാർക്ക് ലഭിക്കാത്തത് തൻ്റെ പൈതലിനെ ലഭിച്ചത് ഹല്ലേലൂയ കർത്താവേ, നിൻ്റെ അത്ഭുതമാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, നീ അത്ഭുതം ചെയ്യണമേ കർത്താവേ. പൈതലിനോട് കരുണ തോന്നണമേ. അവളുടെ ഭവനത്തിൻ്റെ അവസ്ഥയാണെന്ന് സ്വർഗം മാനിക്കണമേ. എൻ്റെ പൈതലിന് വേണ്ടി അത്ഭുതം ചെയ്യണം. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം കർത്താവേ. ഹല്ലേലൂയ, ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നു കർത്താവ്. അത്ഭുതം ചെയ്യണം. ആ പൈതലിനെ സെലക്ട് ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. അനുഗ്രഹിച്ചാട്ട് ആവശ്യം അറിഞ്ഞ് കരുതണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവ്, ഇപ്പം വിവിധ ആവശ്യങ്ങളുണ്ട്. എൻ്റെ പ്രാർത്ഥന ചോദിച്ച അനേക പ്രിയപ്പെട്ടവരുണ്ട്. അടിയങ്ങൾ തമ്മിൽ ഒന്നും അറിയുന്നവരല്ല കർത്താവ്. ഞങ്ങൾ ദൂരസ്ഥരൊക്കെ അപ്പാ, എന്നാൽ നീ സമീപസ്ഥനാണ്, നിനക്ക് സകലതും കഴിയും. എൻ്റെ അപ്പനൊന്നും അസാധ്യമല്ല. നീ എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്ന ദൈവമാകിയാൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അത് നിശ്ചയമാണ്. ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഞാനത് തിരിച്ചറിഞ്ഞതാ കർത്താവേ. എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേലും ആണിപ്പഴുത്തുള്ള കരം വയ്ക്കുമാറാകണം. അത്ഭുതത്തിൻ്റെ കരം നീട്ടുമാറാകണം. സമാധാനത്തിൻ്റെ കരം നീട്ടുമാറാകണം. സൗഖ്യത്തിൻ്റെ കരം നീട്ടുമാറാകണം. സമൃദ്ധിയുടെ കരം നീട്ടുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവേ. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമാകിയാൽ ഈ വിഷയങ്ങളുടെ മറുപടി കണ്ട് സന്തോഷിപ്പാൻ ഭാഗ്യം തരണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.